ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു സിമ്പിൾ വ്ളോഗാണ് കേട്ടോ. കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചൊരു ദിവസമാണ്. അതിൽ കുറേ ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് കുറേ സമയം കളയണ്ട എന്ന് വിചാരിച്ച് അധികം ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഇതെവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആനക്കുളത്താണ്. നമ്മൾ ഇന്ന് ബൈക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ 5 ശേഷം ഞങ്ങൾ അധികവും ലോങ് ആയിട്ട് പോകുമ്പോൾ ബൈക്ക് അധികം എടുക്കാറില്ല. അങ്ങനെ എടുക്കാതെയായി ബൈക്ക് സൈഡായി തുടങ്ങിട്ടോ. അപ്പോൾ ഇന്ന് മൊത്തം ബൈക്കിലാണ് പോകുന്നത്. അപ്പോൾ ഒരു റീഫ്രഷ്മെൻറ്റിന് കരിക്ക് ഷേക്ക് കുടിക്കാൻ വേണ്ടി വന്നത്, അതൊന്നും കാണിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ കുറേ മീനുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്, കുറച്ചുകൂടി വെള്ളവും കൂടിയിട്ടുണ്ട്. നല്ല രസമാണ് അപ്പോൾ അതുകൊണ്ട് കാണാനായിട്ട്. പിന്നെ കുളക്കോഴിയൊക്കെ ഉണ്ടായിട്ടോ. അപ്പോൾ അതിനെയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കുറേ നേരം. ഇന്ന് ഞാനാണ് കേട്ടോ ചെപ്പോന് ട്രീറ്റ് കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ അതെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ എവിടെ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളിക്ക് എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പോട്ട് കോഴിക്കോട് സൂഫി മന്തി തന്നെയാണ്. നമ്മളെപ്പോഴും പോകുന്നത് തന്നെയാണ്. കാരണം വേറൊരു ഓപ്ഷൻ ഞങ്ങൾക്ക് എടുക്കാനില്ലായിരുന്നു. അവിടുത്തെ ഫുഡ് ഞങ്ങൾക്ക് അത്രയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നാലും അങ്ങോട്ട് തന്നെയാണെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ അവിടേക്ക് എത്തിയിട്ടോ. മൺഡേ ആയതുകൊണ്ടാവാം ഇന്ന് വലിയ തിരക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല. അല്ലെങ്കിൽ എപ്പോഴും പുറത്ത് വെയിറ്റ് ചെയ്തിട്ടാണ് കയറാം. നല്ല അടിപൊളി ഫുഡായിരുന്നു. ചെപ്പുന് വേണ്ടത് ബീഫ് മന്തി ആയിരുന്നു. പക്ഷേ സമയം കുറച്ചും കൂടി കഴിഞ്ഞാലാണ് ബീഫ് മന്തിയൊക്കെ ഉണ്ടാവുക, ഒരു 6 മണിക്ക് ശേഷം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇപ്പം തന്നെ കഴിക്കുകയാണ്. അപ്പോൾ ചിക്കൻ മന്തി ഓക്കെ പറഞ്ഞു. പക്ഷേ ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആളെപ്പോഴും കഴിക്കുന്നത് ഇത് തന്നെ. പക്ഷേ കൂടുതൽ ഇഷ്ടം ബീഫ് മന്തിയാണ്, കുറച്ചും കൂടി നല്ലതെന്ന് എപ്പോഴും പറയാറുണ്ട്. ഇവിടെ നിന്ന് കഴിച്ചാൽ ശരിക്കും നല്ലൊരു ഫ്രഷ് ഫീൽ കിട്ടലുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ കോഴിക്കോട് വേറെ ഷോപ്പില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ലിസ്റ്റിൽ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെയാണ് എപ്പോഴും വരാറ്. അപ്പോൾ കോഴിക്കോട് വരുമ്പോൾ എല്ലാവരും വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ ഞാനും കൂടി കഴിച്ചിട്ട് നമുക്കിനി ബീച്ചിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ നേരെ ഇനി നമ്മൾ കോഴിക്കോട് ബീച്ച് ഇവിടെ അടുത്താണല്ലോ. അപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് പോവാണ്. ഇനി നമുക്ക് ബീച്ചിൽ പോയിട്ട് കല്ലുമ്മക്കായും ചായ എല്ലാം കുടിക്കണം. പക്ഷേ ഇപ്പോൾ വേറെ ഫുള്ളാണ് കേട്ടോ. ഒന്നിനും സ്ഥലമില്ല. എൻ്റെ ലോക്ക് കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെ വന്നത്, പക്ഷേ ഒന്നിനും സ്ഥലമില്ല കേട്ടോ. അപ്പോൾ ബീച്ചിൻ്റെ സൈഡിലുള്ള കടകളൊക്കെ ഇപ്പോൾ ഈ നടുക്കിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം അവിടെ എന്തോ ഒരു പണി നടക്കുന്നുണ്ട്. നമ്മൾ വരുന്ന ഭാഗത്ത് ഒരു പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഉണ്ടായ കടകളൊക്കെ ഇപ്പോൾ ഇങ്ങോട്ട് നീങ്ങിയുണ്ട്. ചെറിയൊരു വ്യത്യാസം തോന്നുന്നുണ്ട് കാണുമ്പോൾ. ബീച്ചിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും ജിപ്പ് പറയുന്നൊരു കാര്യമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ പോയിട്ട് നിന്നിട്ട് കടൽ ആസ്വദിക്കാൻ ഒരു പ്രത്യേക ഫീലാണെന്ന്. പക്ഷെ ഇന്നലെ എനിക്കത് ശരിക്കും മനസ്സിലായിട്ടോ. ആ ഒരു തണുത്ത കാറ്റും കൊണ്ട് അവിടെ കുറേ നേരം നിന്നു. നന്നായിട്ടൊരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ ഫീല് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബീച്ചിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പോരാൻ തോന്നില്ലായിരുന്നു കേട്ടോ. ഒരു തണുത്ത കാറ്റുണ്ടായിരുന്നു. ഒരു പ്രത്യേക ഫീൽ ചെയ്യുന്നു. തണുത്ത കാറ്റിങ്ങനെ കൊണ്ടിങ്ങനെ നിൽക്കാനായിട്ട് അവിടെ വരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ ബൈക്കായതുകൊണ്ടും അധികം ലേറ്റാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മളൊരു ചായ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞു. പക്ഷേ കഴിക്കാനുള്ള ഒരു സ്പേസൊന്നും ആയിട്ടില്ല. അപ്പോൾ ഒരു കല്ലുമ്മക്കായും ഒരു ഉന്നക്കായാണ് വാങ്ങിയത്. ഇപ്പം ഞങ്ങൾ ഡിന്നർ നേരത്തെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വിശപ്പിൻ്റെയാലും വിശപ്പില്ലെങ്കിലും കഴിക്കണം എന്നുള്ളൊരിതുകൊണ്ട് നമ്മൾ മസാല ദോശ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ നേരെ പോയിട്ട് കിടന്നാൽ മതിയല്ലോ. അപ്പോൾ ചാനലൊന്ന് സബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.